ഇനി ഡബിൾ ഡെക്കർ ബസ്സിലിരുന്ന് കോഴിക്കോടിന്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം. മലബാറിലെ ആദ്യത്തെ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ് കോഴിക്കോട് പൊതു സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച, അതായത് ഇന്ന് വൈകുന്നേരം 4:30 മുതലാണ് നഗരവാസികൾക്കായി ബസ് നിരത്തിലേക്ക് ഇറങ്ങുന്നത്. കഴിഞ്ഞ മാർച്ച് 10 ബസിന്റെ ഔദ്യോഗിക ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചിരുന്നു. എന്നാൽ ഇരട്ടപ്പൊക്കമുള്ള ബസിന്റെ സുഗമമായ യാത്രയ്ക്ക് തടസ്സമായി നിന്നിരുന്ന കേബിളുകൾ റോഡിൽ നിന്നും മാറ്റി സ്ഥാപിക്കുവാൻ കാലതാമസം നേരിട്ടതാണ് പൊതു സർവീസ് തുടങ്ങുന്നത് വൈകുവാൻ കാരണവുമായത്. KSRTC ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന ഈ സിറ്റി റൈഡിൽ മുകൾ നിലയിൽ 36 പേർക്കും താഴത്തെ നിലയിൽ 28 പേർക്കുമാണ് ഒരേ സമയം യാത്രാ സൗകര്യം ഒരുക്കിയിരിക്കുന്നതും. മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഈ ബസ്സിൽ യാത്ര ചെയ്യുവാൻ അവസരവും ഉണ്ടാവുക. നഗരക്കാഴ്ചകൾ ആസ്വദിക്കാവുന്ന തുറന്ന അപ്പർ ഡെക്കിലെ യാത്രയ്ക്ക് 200 രൂപയും താഴത്തെ ഡെക്കിൽ 100 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. കോഴിക്കോട് നഗരത്തിന്റെ സൗന്ദര്യം പൂർണ്ണമായും ആസ്വദിക്കുവാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് 28 കിലോമീറ്റർ ദൂരത്തിലാണ് റൂട്ട് ക്രമീകരിച്ചിട്ടുള്ളതും. KSRTC ബസ് ടെർമിനലിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര അരയിടത്തുപാലം, സരോവരം, എരഞ്ഞിപ്പാലം, നടക്കാവ്, മാനാഞ്ചിറ, ഫ്രാൻസിസ് റോഡ്, സൗത്ത് ബീച്ച് വഴി കോതിപ്പാലത്തിന് സമീപത്ത് എത്തും. തുടർന്ന് അവിടെ നിന്നും തിരിച്ച് കോഴിക്കോട് ബീച്ച് വഴി ഫട്ട് റോഡ് ബീച്ചിലൂടെ സഞ്ചരിച്ച് ഗാന്ധി റോഡ്, മേൽപ്പാലം കടന്ന് ക്രിസ്ത്യൻ കോളേജ് ക്രോസ് റോഡിലൂടെ തിരികെ ടെർമിനലിൽ തന്നെ അവസാനിക്കുകയും ചെയ്യും. ആദ്യ ദിനമായ ഇന്ന് 4 സർവീസുകൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ വരും ദിവസങ്ങളിൽ വൈകിട്ട് 3 മണിക്കും 4:30-നും 6 മണിക്കും 7:30-നും രാത്രി 9 എന്നീ സമയങ്ങളിൽ കൃത്യമായ സർവീസ് നടത്തുന്നതാണ് എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്.